സമീപകാലത്തെങ്ങും ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിൽ മധ്യപൂർവേഷ്യ വലിയൊരു സംഘർഷാവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി അതിരൂക്ഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഒപ്പം തന്നെ അതിനേക്കാൾ കുറെ കൂടി തീവ്രതയിലേക്ക് എന്ന രീതിയിൽ തോന്നിപ്പിക്കുമാറ് ഇസ്രായേൽ ലെബനോനിലേക്ക് ഈ ദിവസങ്ങളിൽ നടത്തുന്ന വ്യോമ ആക്രമണങ്ങൾ, ഒപ്പം തന്നെ ഏത് നിമിഷവും ഇസ്രായേൽ സേന കരമാർഗം ലെബനോനെ ആക്രമിക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടം ലെബനോൻ എന്ന രാജ്യത്തിന് എതിരെയല്ല, മറിച്ച് വളരെ ഫലഭൂയിഷ്ടമായിരുന്ന സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു ക്രൈസ്തവ രാജ്യമായിരുന്ന ഒരു ലെബനോൻ, ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഹിസ്ബുള്ള എന്ന ഇസ്ലാമിക ഭീകര സംഘടനയ്ക്കെതിരാണ് എന്ന കൃത്യമായിട്ടുള്ള നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന ഒരു യുദ്ധം പോലെ ആകത്തില്ല ഈ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആ ഒരു യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം. തീർച്ചയായിട്ടും ഇറാൻ ആ ഒരു സംഘർഷത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ലോകത്ത് സൃഷ്ടിക്കുന്ന, ലോക സമാധാനത്തിന് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഒരുപക്ഷെ റഷ്യയും ചൈനയും പോലുള്ള വൻ ശക്തികൾ, ഇപ്പുറത്ത് ഇസ്രായേലിനൊപ്പം അമേരിക്ക പോലുള്ള ലോക പോലീസായ ആ ഒരു രാജ്യവും ഒക്കെ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ നിലപാട് എന്ന ഒരു പ്രോഗ്രാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള ആ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ട്, അത് ലോക സമാധാനത്തിന് എത്രത്തോളം ഭീഷണിയാണ്, ലോക രാജ്യങ്ങളുടെ ഒരു നിലപാട് ഈ ഒരു അവസരത്തിൽ എങ്ങനെയായിരിക്കും എന്നീ കാര്യങ്ങളാണ് ഈ ഒരു നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോർജി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി മുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അതിരൂക്ഷമായി തുടരുന്നു. ഒരു തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, ഹമാസിനെ ഏകദേശം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പിനെ ഉൾപ്പെടെ ഇസ്രായേലിന് നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം, നമ്മളത് പറയുമ്പോൾ എനിക്കൊന്ന് കുറെ കൂടി സ്ട്രെസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് ഇസ്രായേൽ ലെബനോനും തമ്മിലല്ല, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലാണ്. നമ്മൾ അപ്പുറത്ത് നാം ചിന്തിക്കുമ്പോൾ അവിടെ സംഘർഷം ഇസ്രായേലും ഹമാസും തമ്മിലാണ്, അല്ലാണ്ട് ഇസ്രായേലും സാധാരണക്കാരായ പാലസ്തീൻ ജനതയും തമ്മിൽ ആയിരുന്നില്ല അവിടുത്തെ ഒരു സംഘർഷം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇവിടെ ലെബനോൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആ തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന നീക്കം അതീവ ഗുരുതരമായി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദ സംഘടന, നമ്മൾ കഴിഞ്ഞ നിലപാടിലൊക്കെ പറഞ്ഞതാണ്, ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ്. ആ സംഘടനയെ ജനിപ്പിച്ചത്, ആ സംഘടനയെ വളർത്തിയത്, ആ സംഘടനയെ വളർത്തി വലുതാക്കിയത് എന്ന് പറയുന്നത് ഇറാനാണ്. അതായത് അതിനെ ചെലവും കൊടുത്ത് വളർത്തി വലുതാക്കിയത് ഇറാനാണ്. അതായത് ലെബനീസ് ആർമിയിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മിലിറ്ററി സ്ട്രെങ്ത് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു, ഈ മൗസൂദ് പെഷ്കിയാന്റെ ഭാഗത്തുനിന്ന്. സിഎന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്, ഹിസ്ബുള്ള കനോട്ട് സ്റ്റാൻഡ് അലോൺ അഗെയിൻസ്റ്റ് എ കൺട്രി ദാറ്റ് ഈസ് ബീങ് ഡിഫെൻഡഡ് ആൻഡ് സപ്പോർട്ടഡ് ആൻഡ് സപ്ലൈഡ് ബൈ വെസ്റ്റേൺ കൺട്രീസ് ബൈ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് ഹിസ്ബുള്ള ഈ ഒരു പോരാട്ടത്തിൽ ഒറ്റയ്ക്കായിരിക്കില്ല, ഞങ്ങൾ ഒപ്പം ഉണ്ടാകും എന്നൊരു വ്യക്തമായിട്ടുള്ള സൂചന. മറുസൈഡിൽ നാം എടുത്തു നോക്കുമ്പോൾ ഇസ്രായേൽ വളരെ അഗ്രസീവായിട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒറ്റ ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ 492ഓളം കാഷ്വാലിറ്റീസ് ആണ് അവിടെ ഉണ്ടായത്. ആ ഒരു കണക്കിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് 1975 ആരംഭിച്ച ഈ ലെബനോൺ ഈ സിവിൽ വാറിന് ശേഷം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റി, അല്ലെങ്കിൽ ആ പ്രദേശത്തെ സംഘർഷങ്ങൾ ഒറ്റ ദിവസം ഉണ്ടാകുന്ന കാഷ്വാലിറ്റിയുടെ കണക്ക് എടുത്തു പരിശോധിച്ചത് ഏറ്റവും കൂടുതലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സംഭവിച്ചത്. ഒപ്പം തന്നെ നിരവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ 20ഓളം വർഷമായി ഹിസ്ബുള്ള അവിടെ പടർത്തിയെടുത്തുന്ന, അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേലും ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചത് ഒറ്റ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഇരു കൂട്ടരും വളരെ സീരിയസ് ആണ്, അല്ലെ? ഇസ്രായേലും വളരെ സീരിയസ് ആണ്, ഈ പറയുന്ന ഹിസ്ബുള്ള വളരെ സീരിയസ് ആണ്, അവരുടെ ഗോഡ് ഫാദർ ആയിട്ടുള്ള ഇറാനും വളരെ സീരിയസ് ആണ്.
അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ റോബിൻ, എത്രത്തോളം ഒരു ഗൗരവമായ ഗുരുതരമായിട്ടുള്ള നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 100 ഇരട്ടി ഒരു ഗൗരവത്തോടെ ആയിരിക്കില്ലേ പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ ഈ ഒരു സംഘർഷത്തെ നോക്കിക്കാണേണ്ടത്? നമുക്കറിയാം ഇപ്പൊ UN ജനറൽ അസംബ്ലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, നെതന്യാഹു ഒക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആയിരിക്കും ലോകരാജ്യങ്ങൾ ഈ ഒരു സംഘർഷത്തെ നോക്കി കാണുന്നത്. ഒപ്പം തന്നെ അതിന്റെ ഒരു ഭവിഷ്യത്ത് എത്രത്തോളം ഗുരുതരമായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം നമുക്ക് ഒറ്റ സെന്റൻസിൽ പറയാൻ പറ്റുകയാണെങ്കിൽ ലോകം വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ലെബനോനിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ്. ഹിസ്ബുള്ള അവിടുത്തെ ഗവൺമെന്റിൽ പ്രാതിനിധ്യമുള്ള ഒരു സംഘടന കൂടിയാണ്. ഹിസ്ബുള്ള ലെബനോന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെയും കൂടെ ഗവൺമെന്റ് ആണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ മാത്രമാണ് അറ്റാക്ക് നടത്തുന്നത് എന്ന് പറയുമ്പോൾ പോലും ലെബനോനെതിരെയുള്ള ഒരു ആക്രമണം തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാൻ ഇടപെടും എന്ന് ഇറാന്റെ പ്രസിഡന്റ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാധാനത്തിന് എതിരായി പ്രവർത്തിച്ചവർ ആരൊക്കെയാണോ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് അവരെല്ലാവരും ഉത്തരം പറയേണ്ട ബാധ്യത കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ, എന്നാൽ ഇറാനും കൂടി അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇറാൻ കൂടി ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ, ഒരു ഡെമോഗ്രാഫിയിലേക്ക് നമുക്ക് വരേണ്ട ഒരു സാഹചര്യം വരുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ, റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇതിന്റെ കൂടെ ഈ രാജ്യങ്ങളെല്ലാം കൂടി ഇന്ന് എന്ന് വെച്ചാൽ USSRും അമേരിക്കയും പോലെ ആ കാലഘട്ടം പോലെ, അതുമല്ലെങ്കിൽ 1ാം ലോക മഹായുദ്ധത്തിന്റെയും 2ാം ലോക മഹായുദ്ധത്തിന്റെയും കാലഘട്ടം പോലെ ലോകം ഇന്ന് വിഭജിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇറാൻ ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആകുന്ന സാഹചര്യത്തിൽ റഷ്യ കൂടി ഇൻവോൾവ്ഡ് ആകുന്ന സാഹചര്യം ഉണ്ടാകാം, ചൈന ഇൻവോൾവ്ഡ് ആകുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് ഹൈപ്പർസോണിക് മിസൈലിന്റെ ടെക്നോളജി കൊടുക്കുന്നത് സംബന്ധിച്ച് റഷ്യയുമായിട്ട് ധാരണകൾ ഉണ്ടാകുമെന്ന് അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇനി മറ്റൊരു തലത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചൈനയും റഷ്യയും ചേർന്ന് ഓഷൻ 2024 എന്ന പേരിൽ, എന്ന് വെച്ചാൽ 1970കളുടെ കാലഘട്ടത്തിൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ്, അന്നാണ് 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലൂടെ ലോകം കടന്നുപോയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നടത്തിയതുപോലെ USSR നടത്തിയതുപോലെ ഒരു മിലിറ്ററി എക്സർസൈസ് ഓഷൻ 2024 എന്ന് പറഞ്ഞ് ചൈനയും റഷ്യയും കൂടി നടത്തി. 400ഓളം വാർഷിപ്പുകൾ പങ്കെടുത്തു. വലിയ എന്ന് വെച്ചാൽ പസഫിക്കില്, ആർട്ടിക്കില്, അതുപോലെ തന്നെ ബാൾക്കൺ ആ ഭാഗങ്ങളില്, മെഡിറ്ററേനിയന്റെ ഭാഗങ്ങളില്, അങ്ങനെ എല്ലായിടത്തുമായിട്ട് കാസ്പിയൻ സീ അവിടെയെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാമായിട്ടാണ് ഇവര് മിലിറ്ററി എക്സസൈസ് നടത്തിയത്. ഇവർ പറഞ്ഞത് അമേരിക്കയ്ക്കും യൂറോപ്പിനുമുള്ള മുന്നറിയിപ്പാണ് ഇത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്ര തീവ്രമായ രീതിയിലാണ് ഇത് പോയത്. ഇതിന്റെ ഇടയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ 4 വാർഷിപ്പുകളും ബോംബറുകളും ഈ ഇംഗ്ലീഷ് ചാനലിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ തന്നെ ബ്രിട്ടൻ അവരുടെ മിലിറ്ററി ഷിപ്പുകൾ വിന്യസിച്ചു, അതുപോലെ തന്നെ അവരുടെ യൂറോ ടൈഫൂൺ ഫൈറ്റർ ജെറ്റ് വിന്യസിച്ചു. അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ റഷ്യയുടെ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്ന് വെച്ചാൽ വി വിൽ സിങ്ക് ദാറ്റ് ടൈനി ഐലൻഡ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന്റെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് എങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനാണ് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് സ്റ്റോം ഷാഡോ മിസൈൽ എന്ന് പറയുന്നത് മിസൈൽ റഷ്യയുടെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ ഉക്രൈൻ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവര് ഡോക്യുമെന്റുകളെല്ലാമായിട്ട് അമേരിക്കയിലെത്തുകയും ജോ ബൈഡൻ ഇത് ഒപ്പിടാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ സമയത്താണ് ഇവരത് ഒപ്പിടാതെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവാൻ കാരണം ബാക്ക് ചാനലിലൂടെ റഷ്യ മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ അമേരിക്കയെ ആക്രമിക്കും. കാരണം അമേരിക്കയെ ആക്രമിക്കും എന്ന് പറയാൻ ഈ മിസൈലിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിസൈൽ റഷ്യയുടെ ഉള്ളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ മാപ്പിംഗ് നടത്തണം. ഇപ്പൊ ഈ മിസൈൽ പോകുന്ന ഏരിയയുടെ മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗ് നടത്തി ഇതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ മാപ്പിംഗ് നടത്തണം. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ്, സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിന് ഒരു സിഗ്നലാണ് ഉള്ളത് എങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സുകൾ 2 സിഗ്നൽ ഉണ്ട്. അപ്പോൾ ഈ സിഗ്നലുകൾ കൃത്യമായിട്ട് ഇതുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് കൂടാതെ ഈ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റങ്ങളെ മറികടന്ന് പോകാൻ എവിടെയൊക്കെയാണ് സിസ്റ്റങ്ങൾ ഉള്ളത് എന്നുള്ള ഇൻഫോർമേഷൻ എല്ലാം മറികടന്ന് പോകണമെങ്കിൽ അതിന് കൃത്യമായ ഇന്റലിജൻസ് ഡാറ്റ ആവശ്യമാണ്. ഇതെല്ലാം ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണുള്ളത്. ഈ ബ്രിട്ടന്റെ അതുപോലെ തന്നെ ഉക്രൈൻ ഇത് അങ്ങോട്ട് അയക്കാൻ കഴിയില്ല. കാരണം ഇത് ഒന്നെങ്കിൽ ബ്രിട്ടന്റെ സൈനികർക്കോ അമേരിക്കയുടെ സൈനികർക്കോ ഇത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്രയും സാധനങ്ങൾ. കാരണം ഇതുപോലൊരു പാക്കേജ് ആണ് ഒരു മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? റഷ്യ ഇത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഇത് കൃത്യമായി അമേരിക്കയാണ് ഇത് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ
റഷ്യ മുന്നറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ അമേരിക്കയെ ആക്രമിക്കും. കാരണം അമേരിക്കയുടേതാണ് എല്ലാ ഇന്റലിജൻസും എല്ലാ സാധനങ്ങളും അമേരിക്കയുടെ, ഞങ്ങൾ അമേരിക്കയെ ആക്രമിക്കുന്നത് പറഞ്ഞോടുകൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ വലിയ ഒരു യുദ്ധത്തിന്റെ വാക്കിൽ നിന്നും ഒരു കഷ്ടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം പിന്നെയും ഉണ്ടായി. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇസ്രായേലിലേക്ക് ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഈ കഴിഞ്ഞ ദിവസം സർഫേസ് ടു സർഫേസ് മിസൈൽ അയക്കുകയും ഹൈപ്പർസോണിക് മിസൈൽ അയക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ടെക്നോളജിക്കലി ഹൈടെക് ആണ് ഇസ്രായേൽ. ഈ മിസൈലിന്റെ ഒരു പീസ്, ഒരു മെറ്റൽ പീസിൽ നിന്നും എടുത്തു വെച്ച് അവർക്ക് ഇതെല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇതിന്റെ ലിക്വിഡ് എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ കെമിക്കൽ എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ ലോഹഭാഗങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള അതിന്റെ കൃത്യമായ സ്റ്റോറി വിന്യസിച്ചെടുക്കാൻ പാകത്തിൽ ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൂത്തികൾക്കോ ഹിസ്ബുള്ളകൾക്കോ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു മിസൈൽ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. ഇത് കൃത്യമായി വന്നിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന്, അതിനുശേഷം അതിനും അപ്പുറത്തു നിന്നും ഇത് റഷ്യയുടെയോ ചൈനയുടെ ഭാഗത്തു നിന്ന്. ഇത് അപ്പോൾ കൃത്യമായ ഡാറ്റയാണ്, കൃത്യമായി ആരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് ആയി എന്നുള്ളത് കൃത്യമാണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഒരിക്കലും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ലോകത്തെ എത്തിച്ചേർക്കുമോ എന്നുള്ള ആശങ്ക പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ശരിക്കും ഈ ഹമാസിനെ ഇസ്രായേൽ നേരിട്ടപ്പോൾ ഇത്രമാത്രം ഒരു വലിയ എന്നാ പറയുക ഒരു അപകടമാണ് തങ്ങളുടെ മുമ്പിലുള്ളതെന്നുള്ള ചിന്ത ഇസ്രായേൽക്കാർക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. അപ്പൊ അവിടെ മനസ്സിലായപ്പോൾ അവർ ആ സ്ട്രാറ്റജി അവർക്ക് മനസ്സിലാക്കിയപ്പോൾ ഇവരെല്ലാം ടണൽസ് ആണ് അവിടെ ശരിക്കും അവർ പോരാടുന്നത്. അപ്പൊ ഈ ടണൽസിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുക, അവരെ കീഴ്പ്പെടുത്തുക അത്ര ഈസിയുള്ള കാര്യമല്ല. ഇനി ഹമാസിന്റെ അവസ്ഥ അതാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹിസ്ബുള്ളയുടെ അവസ്ഥ എടുത്താൽ ഈ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഈ ടണൽസ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ താരതമ്യേന ചെറിയ ടണൽസ് ആണ്, അതുപോലെ മരുഭൂമിയിൽ ടണൽസ് ആണ്, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള എന്നാ പറയുക ഈ ഹമാസിന്റെ ടണൽസ് കുറേ കൂടെ സിമ്പിൾ ആണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ അവസ്ഥ അതല്ല. അവർക്ക് അവിടെ ശരിക്കും ഇപ്പം US കോൺഗ്രസിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 1,50,000 പരം മിസൈലുകൾ, ഇനി അവയുടെ ലോഞ്ചറുകൾ, ഇനി അതുപോലെ ഈസി ആയിട്ടുള്ള ഇവരുടെ കമാൻഡിന്റെ മൂവ്മെന്റ്, ഇതെല്ലാം സാധ്യമാക്കുന്ന രീതിയിലുള്ള വിശാലങ്ങളായ അതുപോലെ വലിയ ദീർഘമുള്ള നല്ല ദൂരത്തിലുള്ള വലിയ ടണൽസ് ആണ് അവിടെ ഹിസ്ബുള്ള പണിതേക്കുന്നത്. അവിടെയാണ് ശരിക്ക് ഇസ്രായേലിന്റെ ഈ ഒരു യുദ്ധം വളരെ വളരെ എന്നാ പറയാ ദുഷ്കരമാകാൻ പോകുന്നത്. ജോലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. ഈ ഹിസ്ബുള്ള എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു വളരെ എന്താ പറയാ വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമാൻഡ് എന്ന് വെച്ചാൽ അവരുടെ സൈനികരെ കുറിച്ച് നല്ല വെൽ ട്രെയിൻഡ് ആണ് അവർ. ഈ ടെറൈനിൽ ഇറങ്ങിയാൽ ഇസ്രായേലിന് ആ യുദ്ധം അത്ര ഈസി ആകില്ല ഒരിക്കലും മനസ്സിലാക്കണം. അത് കൂട്ടാതെ തന്നെ എന്നാ പറയാ വളരെ അനവധിയായി കിടക്കുന്ന ടണൽസുകൾ, അതും വളരെ എല്ലാ സൗകര്യങ്ങളുള്ള ടണൽസ്, ഇതൊന്നും കൂട്ടാതെ അവിടെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ, അതുപോലെ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇസ്രായേലിന് ഈ ഹിസ്ബുള്ളയോടുള്ള പോരാട്ടം ഒരിക്കലും അത്രമാത്രം എന്താ പറയാ ഒരു നിസ്സാരമായി മാറിയല്ല. 2006 മനസ്സിലാക്കണം. 2006 നമുക്കറിയാം അന്നത്തെ ഈ ലെബനോൻ അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ള ഇസ്രായേൽ വാറ്, അവിടെ ശരിക്ക് അവിടെ ഒരു ഡിവാസ്റ്റേഷൻ നടന്നു. അവിടെ ശരിക്കും എൻ്റെ ഹിസ്ബുള്ളയെ ഒരു പരിധിവരെയും എന്നെ അവർ തുരത്താൻ സാധിച്ചു. അതുപോലെ തന്നെ കുറച്ചു കാലത്തേക്ക് ഈ ബെയ്റൂട്ട് എന്ന് പറയുന്ന ഈ തലസ്ഥാനം ഇസ്രായേൽക്കാർ മുഴുവൻ അവർ ക്യാപ്ചർ ചെയ്തു. അതവിടെ കയ്യിലായിരുന്നു. അവിടെ മനസ്സിലാക്കുക വെച്ചാൽ അന്നത്തെ ഒരു ടെക്നോളജി അല്ല ഇന്നുള്ളത്. ഇന്നിപ്പോൾ എല്ലാം അഡ്വാൻസ് കണ്ടില്ല. ഇപ്പൊ ഇവിടെ റോബിൻ പറഞ്ഞ പോലെ മൊസാദിന്റെ സെന്റർ വരെ ലക്ഷ്യമാക്കി ആ ദീർഘദൂര മിസൈൽ അയക്കാൻ, അഡ്വാൻസ്ഡ് മിസൈൽ അയക്കാൻ തക്ക രീതിയിൽ ഹിസ്ബുള്ള വളർന്നു. അതിന്റെ മനസ്സിലാക്കണം അതിന്റെ ഇപ്പൊ ഈ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നതാണോ? അല്ല, മറിച്ച് അതിന്റെ പുറകിൽ ഉറപ്പായിട്ട് ഇറാനുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്. ഇവരെല്ലാം ഒരു അച്ചുതണ്ട് ശക്തികൾ പോലെ ഇവരുടെ ഒരു സഖ്യകക്ഷികളായി മാറിയേക്കാണ്. അപ്പൊ അത്രമാത്രം ഒരു ഭീകരമായ യുദ്ധത്തിലാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. ഇസ്രായേലിന് ഇനി കൃത്യമായിട്ട് അവർക്ക് ഒരു എയിമുണ്ട്. കാരണം അവർക്ക് ഹമാസിന്റെ അറ്റാക്ക് തീർന്നു. ഇനി അവിടെ കുറച്ച് പേരുണ്ട് തന്നെ അവരെ സംഘടിച്ചു വരാനും അല്ലെങ്കിൽ അവരുടെ സെറ്റപ്പ് ഒക്കെ ആകാനുള്ള കുറെ സമയം എടുക്കും. അത് തീർന്നു. ഇനി ഗാസ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ പ്ലാനില്ല. മറിച്ച് ഇസ്രായേലിന്റെ പൗരന്മാരുടെ സേഫ്റ്റി, അവരുടെ ആ ഒരു ടെറിട്ടറിയുടെ സേഫ്റ്റി വേണമെങ്കിൽ അവർക്ക് ഹിസ്ബുള്ളയെ അടിക്കാൻ രക്ഷയില്ല, ഹിസ്ബുൾ തീർക്കാൻ രക്ഷയില്ല. ഇനി ഹിസ്ബുള്ളോട് തന്നെ നിൽക്കും തന്നെ സംശയമുണ്ട്. ഇറാന്റെ വരെയും ഈ സപ്പോർട്ട് കുറയ്ക്കാതെ മറ്റൊരു വഴി ഇസ്രായേലിനില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി അപ്പൊ ഈ ഹിസ്ബുള്ളയെ തീർക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് നമ്മുടെ ഈ എയർ ബോംബിങ്സ് നടത്തി അല്ലെങ്കിൽ കുറച്ച് ഹോമാക്ക് നടത്തി പോയിട്ടുകൊണ്ടും ഒന്നും ഒരു കാര്യമില്ല ശരിക്കും. അപ്പൊ ടണൽസിൽ കിടക്കണം. അതിനുള്ള പുതിയ സംവിധാനം കാണും. ഇസ്രായേൽ തോൽക്കുകയില്ല, എന്നാൽ ജയിക്കണമെങ്കിലും വളരെ പ്രയാസം. ജോർജി, അവിടെ അമേരിക്കയുടെ സഹായം വേണം, യൂറോപ്പിന്റെ സഹായം വേണം. ഇനി ഫ്രാൻസും മറ്റു നാറ്റോ രാജ്യങ്ങളും എന്തൊക്കെ പറഞ്ഞാലും
അപ്പുറത്ത് റഷ്യയും ചൈനയും അതുപോലെ നോർത്ത് കൊറിയ ഒക്കെ ഉള്ളത് കാരണം അവർ ഇപ്പുറത്ത് നിൽക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന യുദ്ധം ഒരു സാധാരണ യുദ്ധമല്ല. കുറച്ച് 2-3 ഒരു ലോകത്തിന്റെ മറ്റൊരവസ്ഥ കൂടെ പരിശോധിക്കുകയാണെങ്കിൽ 1980 ശേഷം ചൈന ആദ്യമായിട്ട് പസഫിക് കടലിലേക്ക് തങ്ങളുടെ അണുവായുധ മിസൈൽ അയച്ചു. ഒരു വലിയ സിമ്പിൾ മനസ്സിലാക്കണം. ആ ഏരിയയിലാണ് ജപ്പാൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പൊ എന്താണ് ചൈനയുടെ ലക്ഷ്യം? എന്താ? ചൈനയ്ക്ക് പസഫിക് സീയിൽ ചൈനയ്ക്ക് ഒരു വലിയ മേൽക്കോയ്മ, അവിടെ ഡയറക്റ്റ് ആയിട്ടൊരു ഫൈറ്റ് വരുന്നത് എന്താ പറയുക US ആയിട്ടാണ്. അപ്പൊ അവിടെ അതാണ് ചൈന ഈ പറഞ്ഞ എന്താ പറയുക അവിടെ റഷ്യ ആയിട്ടുള്ള ബന്ധങ്ങൾ വളരെ വളരെ സ്ട്രോങ് ആക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാം കൂടി എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏഷ്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോപ്പിലായിക്കോട്ടെ, റഷ്യയിലായിക്കോട്ടെ, നാറ്റോ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു യുദ്ധം, ഒരു വലിയൊരു വ്യാപക യുദ്ധത്തിനുള്ള ഒരു വലിയ ലക്ഷണം കാണുന്നത്. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കേണ്ടത്, അതായത് പലപ്പോഴും ഇപ്പൊ ഈ പറയുന്ന ഇസ്രായേല് ഹിസ്ബുള്ളക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തുന്നു, അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു, അവിടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഒരു പ്രോ ഇസ്ലാമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രോ ഇസ്ലാമിക് കാഴ്ചപ്പാട് പുലർത്തുന്ന മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് ഉണ്ട്. ചുമ്മാ ഇരുന്ന ഒരു ലെബനോനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളകളെ ഇസ്രായേൽ കയറി ഒരു സുപ്രഭാതത്തിൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്രത്തോളം വലിയ രീതിയിൽ ഈ ഒരു ഘട്ടത്തിൽ ലെബനോനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു എന്നത് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് ഈ ഹമാസ് ഭീകരർ നടത്തിയത് സമാനതകളില്ലാത്ത വലിയൊരു ക്രൂരതയായിരുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേൽക്കാരെ കൊന്നൊടുക്കുന്നു, നിരവധി പേരെ ബന്ദികളാക്കുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ആ ഒരു സമയത്ത് ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇസ്രായേൽ ഈ ഹമാസ് ഭീകരരുമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു പ്രകോപനവും കൂടാതെ ഇങ്ങ് നോർത്തേൺ ബോർഡറിൽ, അതായത് സദേൺ ലെബനോനിൽ നിന്ന് ഈ പറയുന്ന ഹിസ്ബുള്ള ഭീകരർ നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾ യാതൊരു പ്രകോപനവും കൂടാതെ, അതൊരു കണക്ക് പറയുന്നത് ഇതാണ്. അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം 8 മുതൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22 വരെ, അതിപ്പോൾ കണക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, എങ്കിൽ പോലും ഏകദേശം 8800ഓളം റോക്കറ്റുകളാണ് ഈ ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയത്. 63,500ഓളം സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേൽക്കാരെ ആ മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നു. അതായത് സ്വന്തം രാജ്യത്ത് തന്നെ ഒരു അഭയാർത്ഥികളായിട്ട് ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. 48ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. ഏകദേശം 325ഓളം പേർക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ ഇത് ഇസ്രായേൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു. ഇവർ അടങ്ങൂ ഒതുങ്ങൂ എന്ന് നോക്കാൻ വേണ്ടി 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു. അതീവ ഗൗരവമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ഒരു അറ്റാക്ക് നടത്തിയത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇറാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ ശത്രുക്കളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ അവർ അത് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഹിസ്ബുള്ള ഭീകരരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ഇല്ലാതാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ചൊടിപ്പിക്കുന്നത് ഇറാനെ തന്നെയായിരിക്കും. കാരണം അവരുടെ ഒരു വലങ്കൈ തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാരണം പോകുന്നു. കാരണം ഇസ്രായേൽ അവിടെ ലെബനോനിൽ കയറി ഒരു കരയാക്രമണം നടത്തി കഴിഞ്ഞാൽ ഗാസയിൽ ഹമാസിന് സംഭവിച്ചത് എന്താണോ അത് തന്നെയായിരിക്കും ഈ ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ചിലരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇസ്രായേൽ ലെബനോനിൽ കയറി അതിനെ 2ആയിട്ട് പിളർത്തും, അല്ലെ, സദേൺ ലെബനോൻ, നോർത്തേൺ ലെബനോൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയത്തില്ല, അത് വെറും പ്രചരണങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ റോബിൻ, ഈ പറയുന്ന ആ മിഡിൽ ഈസ്റ്റിന്റെ തന്നെ ഒരു ജിയോ പൊളിറ്റിക്സ്, അതിന്റെ ഒരു ഡെമോഗ്രഫി തന്നെ ഒരു പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ഇസ്രായേൽ ലെബനോനിൽ കയറി ഒരു ഓൾ ഔട്ട് വാറിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ ലെബനോൻ എന്ന രാജ്യത്തിന്റെ ഒരു ചരിത്രം തന്നെ ഒരു മാറി പറയുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കില്ലേ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിന്റെ ഡെമോഗ്രാഫി തന്നെ ഈ യുദ്ധത്തോടു കൂടി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം എന്ത് വെച്ചാൽ ഇത് ഇസ്രായേലിന്റെ മാത്രം താല്പര്യമല്ല, ഇത് നാറ്റോയുടെ താല്പര്യമാണ്, അമേരിക്കയുടെ താല്പര്യമാണ് ഇവിടുത്തെ ഡെമോഗ്രാഫി കൃത്യമായി മാറുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, റഷ്യ ഉത്തര കൊറിയയുമായിട്ട് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ബന്ധത്തിലേക്കും മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇതേപോലെയുള്ള ഒരു ബന്ധം തന്നെ ഇറാനുമായിട്ടുണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റഷ്യ, ചൈന, ഉത്തര കൊറിയ അതിന്റെ മറ്റൊരു കരമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് നീണ്ടു നിൽക്കുന്ന ഇറാനും ഇറാന്റെ പ്രോക്സികളും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആവശ്യമാണിത്, നാറ്റോയുടെ ആവശ്യമാണിത്, ഇവിടുത്തെ ഡെമോഗ്രാഫി തന്നെ മാറ്റുക എന്നുള്ളത്. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഹിസ്ബുള്ളയോട് കൂടെ കിടക്കുന്ന ആ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ കിടക്കുന്ന എല്ലാ തീവ്രവാദ സംഘടനകൾക്കെതിരെയും ഇത് കഴിയുന്നതോടുകൂടി ആക്രമണം ഉണ്ടാകും. ഹൂത്തികൾക്കെതിരെ ആക്രമണം ഉണ്ടാകും. അവസാനം ഇറാനെ തകർക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഈ യുദ്ധം എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങോട്ട് തന്നെയാണ് ഈ യുദ്ധം പോകുന്നത്. കാരണം കൃത്യമാണ് അത്. കാരണം എന്ന് വെച്ചാല് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഹിസ്ബുള്ളയെ തകർത്ത് ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്.
അതുപോലെ തന്നെ ഇറാനെ ഒതുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അമേരിക്കയും റഷ്യയും നാറ്റോയും ചൈനയുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം രൂക്ഷമാക്കുകയും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും അത് അമേരിക്ക അടക്കം ഇൻവോൾവ്ഡ് ആകുകയും റഷ്യ ഇൻവോൾവ്ഡ് ആകുകയും ചൈന ഇൻവോൾവ്ഡ് ആകുകയും എല്ലാം ചെയ്ത് ലോകമഹായുദ്ധത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഒട്ടും വിദൂരമല്ല. നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിനുള്ളിൽ പരിശോധിക്കേണ്ടത്, ഈ അമേരിക്കയും നാറ്റോയും പറയുന്നു റഷ്യ ഒന്നെങ്കിൽ പരാജയപ്പെടണം, അല്ലെങ്കിൽ റഷ്യ പറയുന്നു നാറ്റോ അവിടെ നിന്ന് പിൻവാങ്ങണം, അതുമല്ലെങ്കിൽ പറയുന്നു ഇറാൻ ഒന്നുമല്ലെങ്കിൽ ഈ പ്രോക്സികളുമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കണം, മാറണം, അതുമല്ലെങ്കിൽ ചൈന ഒതുങ്ങണം എന്നെല്ലാം പറയുന്നു. നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്ന കാലഘട്ടത്തിൽ ഈ യുദ്ധം തീരുന്നത് എന്ന് വെച്ചാൽ ജപ്പാനിലെ 66ഓളം നഗരങ്ങളെ നാമാവശേഷമാക്കിയതിനു ശേഷം ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടുകൊണ്ടായിരുന്നു. ഇനി ജർമ്മനിയിലേക്ക് വരിക, അവിടെ ജർമ്മനിയെ രണ്ടായി വിഭജിക്കുകയും ജർമ്മനിയിലെ നാസികളായ എല്ലാ പട്ടാളക്കാരെയും സൈബീരിയയിലേക്ക് നാട് കടത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു അന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ റഷ്യ തോൽക്കണമെന്ന് പറയുമ്പോൾ, അതുമല്ലെങ്കിൽ നാറ്റോ പിന്മാറണമെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതുമല്ലെങ്കിൽ ഇറാൻ തോൽക്കണമെന്ന് പറയുമ്പോൾ, അതുമല്ലെങ്കിൽ ഇസ്രായേൽ തോൽക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു തോൽവിയാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് 2 അണുവായുധങ്ങൾ കൊണ്ട് തീർന്ന യുദ്ധം ഇന്ന് അണുവായുധം ഇട്ട് തുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. പണ്ട് 2 അണുവായുധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഇസ്രായേലിന്റെ കയ്യിൽ മാത്രം 200ഓളം അണുവായുധങ്ങളുടെ ഒരു നമ്പർ പറയുന്നുണ്ട്. റഷ്യയുടെ കയ്യിൽ ആയിരക്കണക്കിന് എണ്ണം ഇരിക്കുന്നു, ചൈനയുടെ കയ്യിൽ ഇരിക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്നു, അമേരിക്കയുടെ കയ്യിൽ ഇരിക്കുന്നു, ഇത്രയും ഒരുപാട് പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്നു. എങ്ങനെ എവിടെ ഇത് ഇടും എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയവും ഇന്നത്തെ ലോകത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. റഷ്യ ഇപ്പോൾ തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും. അത് ടാക്ടിക്കൽ ആണോ സ്ട്രാറ്റജിക്കൽ ആണോ എന്ന് പറയുന്നില്ല, ടാക്ടിക്കലും ആകാം സ്ട്രാറ്റജിക്കലും ആകാം. ആദ്യം ടാക്ടിക്കൽ ഉപയോഗിക്കുന്നു, അതിനുശേഷം സ്ട്രാറ്റജിക്കൽ ഉപയോഗിക്കുന്നു. ഇഷ്ടം പോലെ നഗരങ്ങളിൽ ഇത് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് നമ്മൾ ആശങ്കയോടെ മനസ്സിലാക്കുന്ന ഒരു വസ്തുത. ഇവിടെ പശ്ചിമേഷ്യയുടെ ഒരു രാഷ്ട്രീയവും അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയാം, ഈ യഹൂദരുടെ ഒരു കോമൺ ശത്രുക്കളാണ് അറബികൾ. അല്ലെങ്കിൽ ഒരു യഹൂദ മുസ്ലിം ആ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ കാലത്തും ഉണ്ട് ശരിക്കും. പക്ഷേ വലിയ ഭാഗ്യവശാൽ ഇവിടെ ഇറാനും അവരുടെ പ്രോക്സികളും കുറച്ച് ഹൂതികളും ഒക്കെ മാത്രമല്ലാതെ ഇതുവരെ അങ്ങോട്ട് ഈ അറബ് നാഷൻസ് ഒന്നും ഈ യുദ്ധത്തിൽ അങ്ങോട്ട് സജീവമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഈ 2 വിഭാഗങ്ങളായിട്ട് ഇവർ ചേർതിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, സുന്നി ഭൂരിപക്ഷമുള്ള വളരെ ശക്തങ്ങളായ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, അതുപോലെ തന്നെ കുവൈറ്റ്, ദുബായ്, അതുപോലെ UAE തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സ്റ്റാൻഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, ഇവരെല്ലാം ഒരു കോമൺ വിശ്വാസമുള്ളവരാണ്. ഇവരുടെ ആ ഒരു ഈ മതസങ്കല്പങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമായ കോട്ട നടത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ വീണ്ടും 967 പോലെ ഒരു അറബി ഇസ്രായേൽ വാർ ഉണ്ടാകാൻ നിലയില്ല. ജോർജ്, അങ്ങനെ വരുമ്പോൾ ആണ് വീണ്ടും ഇതിന്റെ ഡെപ്തും അതുപോലെ ഇതിന്റെ ഒരു അവസ്ഥകളൊക്കെ വളരെ വളരെ എന്നാ പറയുക ഭയാനകമായി മാറുന്നത്. നമുക്കറിയാം, പിന്നെ ഇസ്രായേലിൻ്റെ 200-ൽ പരം ആണവായുധങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല, എന്നാൽ ഇസ്രായേൽ ഒട്ട് ഇല്ലെന്ന് പറയുന്നുമില്ല, പക്ഷെ ഉണ്ട്, അത് സത്യമായ കാര്യമാണത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് അവർ പറയുന്നുണ്ട്, അവസാനം ഞങ്ങൾ സാംസൺ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ലെങ്കിൽ അവർ ഏത് എക്സ്റ്റൻറ്റിലേക്കും ഉറപ്പായിട്ട് പോകും, മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിൽ വരെയും ഈ വാർ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ലെബനോനെ ുള്ള ഹിസ്ബുള്ളയുടെ സ്വാധീനത്തെ കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രഹരശേഷിയെ ഇല്ലാതാക്കാതെ ഇസ്രായേലിനെ കൊണ്ട് ഈ യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രം പോരാ, അവിടെയുള്ള ഇറാഖിലുള്ള മറ്റുള്ള ഭീകര സംഘടനകളുണ്ട്, അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവരുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരുണ്ട്, ഇങ്ങനെ പല പല മേഖലകളിലുള്ള അവർക്കുള്ള അപ്പൊ ഇതിൻ്റെ എല്ലാം ഇവിടെ എൻട്രികൾ അവിടെയൊക്കെ കാര്യമായ പ്രഹരീകരിപ്പിക്കണം. ഇതും കൂടാതെ തന്നെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായ രീതിയിൽ അവിടുത്തെ ആ ഒരു എന്നാ പറയുക ജോഗ്രഫിക്കും അതുപോലെ അവരുടെ സ്വാധീനങ്ങൾക്കെല്ലാം മാറ്റം വരുത്താതെ ഇസ്രായേലിനെ കൊണ്ട് ഈ യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് ഈ യുദ്ധത്തിന്റെ മറ്റൊരു വലിയൊരു അപകടമുഖം എന്ന് പറയുന്നത്. നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3 പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ജോജി പറഞ്ഞു നിർത്തിയൊരു പോയിന്റാണ്, ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ലോകം ഒരുപക്ഷെ കാണാൻ പോകുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു ഏകീകരണം ഇവിടെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ, ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾ, അപ്പോൾ ആ ഭീകര സംഘടനകളെല്ലാം ഒന്നു ചേർന്ന് ഹിസ്ബുള്ളയോടൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേൽ
ഇസ്രായേലിനെതിരെ ഒരു പോരാട്ടം നടത്താനുള്ള, യുദ്ധം നടത്താനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന അമേരിക്കൻ എലക്ഷൻ. ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ട്രംപ് അതിൻ്റെ ഒരു സൂചന, ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചന നൽകി കഴിഞ്ഞു. തനിക്കെതിരെ നടന്ന 2 വധശ്രമങ്ങൾക്കും പിന്നിൽ ഇറാനാണ് എന്ന തരത്തിൽ ഉള്ള വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടുകയാണെങ്കിൽ ഇറാനെ തകർത്ത് കളയും എന്ന മുന്നറിയിപ്പും അവിടെ നൽകി കഴിഞ്ഞു. നമുക്കറിയാം ഇനി ഇലക്ഷന് അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഒരു 2 മാസത്തിനടുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഒരു കാലാവധി എത്രത്തോളം ഉണ്ടാവും നമുക്കറിയത്തില്ല. ഈ ഇസ്രായേൽ ലെബനോൺ യുദ്ധം, ട്രംപാണ് അധികാരത്തിൽ വരുന്നു, ഈ പറയുന്ന ഇറാനാണ് വധശ്രമത്തിന് പിന്നിൽ എന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭീകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ലോകം നീങ്ങാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അത്ര ആശാസ്യകരമല്ല. തീർച്ചയായിട്ടും ഇസ്രായേലിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാനുള്ള പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. പലപ്പോഴും അത്തരത്തിലുള്ള യുദ്ധങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. അത് ഇരു വിഭാഗത്തിന്റെ കൂട്ടത്തിൽ നിന്നാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊടും യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലോകമഹായുദ്ധത്തിലേക്കോ ഒന്നും പോകാതെ, പക്ഷേ ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ ലോകത്ത് ഉണ്ടാകട്ടെ. ഇന്നത്തെ ഒരു നിലപാടിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധം, അത് ഹിസ്ബുള്ള ഭീകരർ അത് ചോദിച്ച് വാങ്ങിയത് തന്നെയാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു പ്രകോപനവും കൂടാതെ ഹിസ്ബുള്ളകൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആ ഒരു ആക്രമണം 1 വർഷത്തോളമായി ഇസ്രായേൽ കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു പാരമ്യത്തിലാണ് തങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ ഒരു ജീവനും സ്വത്തിനും ഹിസ്ബുള്ളകൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ ഹിസ്ബുള്ളയ്ക്കൊപ്പം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ലോകം നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ളൊരു യുദ്ധം നടക്കാതിരിക്കട്ടെ, പക്ഷെ എങ്കിൽ പോലും ഇസ്രായേലിന് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവിടെ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ ചെലവും കൊടുത്ത് വളർത്തുന്ന, അല്ലെങ്കിൽ അവർ തങ്ങളുടെ പണവും തങ്ങളുടെ മിലിറ്ററി പരമായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളും ശക്തിയും കൊടുത്ത് വളർത്തുന്ന എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകളെയും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമമാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇസ്രായേൽ ഈ പറയുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴാണ് ഒരു വെടിനിർത്തൽ എന്നൊക്കെയുള്ള രീതിയിൽ ലോകരാജ്യങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ധൃതി പിടിച്ചുള്ള നിലപാടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ സമാധാനത്തിന് ഭീഷണി ഇസ്രായേൽ അല്ല, ഇസ്രായേലിനെ ആവശ്യമില്ലാതെ ചൊറിയുന്ന ഇസ്ലാമിക ഭീകരരാണ്, അവരെ വളർത്തുന്ന ഇറാനാണ്. അവരെയാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.